പ്രായത്തെ മാനദണ്ഡമാക്കിയിട്ട് സമാധാനിക്കാറുണ്ട്. അതുപോലെ തന്നെ പല രൂപത്തിലുള്ള പ്രശ്നങ്ങളെ മാനദണ്ഡമാക്കിയിട്ട് പലപ്പോഴും നമ്മൾ സമാധാനിക്കുകയാണ്. ആരോഗ്യത്തെ മാനദണ്ഡമാക്കിയിട്ട് സമാധാനിക്കാറുണ്ട്. അതുപോലെ തന്നെ വീട്ടിലുള്ള മറ്റ് മെമ്പർമാരൊക്കെ മരിച്ചുപോയ വയസ്സ് നോക്കിയിട്ട് നമ്മൾ സമാധാനിക്കാറുണ്ട്. വാസ്തവത്തിൽ അതെല്ലാം മൗഢ്യമാണ്. എന്റെ വല്ലിപ്പ എത്രാമത്തെ വയസ്സിലാണ് മരിച്ചത്, എന്റെ ഉപ്പ മരിച്ചത് എപ്പോഴാണ്, അത് കണക്ക് കൂട്ടിയിട്ട് ഞാൻ സമാധാനിക്കണോ? അതല്ലെങ്കിൽ എന്റെ ശരീരത്തിന് രോഗമില്ലല്ലോ, രോഗം വന്നിട്ടല്ലേ മരിക്കുന്നത് എന്ന് ചിന്തിക്കണോ? അതല്ലെങ്കിൽ എത്രയോ രൂപത്തിലുള്ള ആളുകൾ, എന്റെ എത്രയോ പ്രായ കൂടുതലുള്ള ആളുകൾ ഇപ്പോഴും ജീവിക്കുന്നില്ലേ, അതുകൊണ്ട് എനിക്കിനിയും ആയുസ്സുണ്ടെന്ന് ചിന്തിക്കണോ? ഒരിക്കലും ആ നിലക്കൊരു ഗ്യാരണ്ടിയുമില്ലാത്ത മനുഷ്യനെന്ന് പറയുന്ന ഈ പ്രതിഭാസം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എവിടെ വെച്ച് മരിക്കുമെന്നറിയില്ലല്ലോ. അതുകൊണ്ട് മനുഷ്യനോട് പറയുന്നത് എന്താണ്? തസവ്വദ് മിനദ് ദുനിയാ ഫഇന്നക ലാ തദ്രീ ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. ഓ മനുഷ്യ, ആണാവട്ടെ പെണ്ണാവട്ടെ, എല്ലാവരോടും ഇസ്ലാമിന് പറയാനുള്ളത്, ദുന്യാവിൽ നീ ജീവിക്കുന്ന കാലം, നിനക്ക് കിട്ടുന്ന സെക്കൻഡുകൾ, നിനക്ക് കിട്ടുന്ന മിനിറ്റുകൾ, നിനക്ക് കിട്ടുന്ന മണിക്കൂറുകൾ, നിനക്ക് കിട്ടുന്ന ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളുമൊക്കെ നന്നായി ഉപയോഗപ്പെടുത്തിക്കോ. ഒരു കാര്യത്തിനും നീ പിന്നെയാവാമെന്ന് നീട്ടിവെക്കണ്ട. ഫഇന്നക ലാ തദ്രീ, കാരണം നിനക്കറിയില്ല മനുഷ്യ, ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. ഇപ്പൊ നമ്മളൊക്കെ മഗ്രിബ് നിസ്കരിച്ച് ഇപ്പൊ രാത്രിയിലാണുള്ളത്. ഈ രാത്രിയിൽ നീ അങ്ങട്ട് സമയത്തിൽ എത്തിക്കഴിയുമ്പോ നിനക്ക് ഉറപ്പില്ലല്ലോ. നിനക്കെന്തുറപ്പാണ് മനുഷ്യ ഉള്ളത്? എനിക്കെന്തുറപ്പാണുള്ളത്? ഹൽ തഈശു ഇലൽ ഫജ്രി, നാളത്തെ സുബഹിക്ക് എനിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കാനാകുമോ? നാളത്തെ ഫജ്ർ വരെ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകുമോ? എന്തുറപ്പാണുള്ളത്? അതുകൊണ്ട് അത് നീ മാനദണ്ഡമാക്കണ്ട. ഇനി നീ രോഗമുള്ള ആളുകളെ കണ്ട് നീ സമാധാനപ്പെടണ്ട. വകം മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനം മിനദ് ദഹ്രി. എത്രയോ ആരോഗ്യ ദൃഢഗാത്രരായ മനുഷ്യന്മാര്, നല്ല നല്ല സുമുഖരായ ചെറുപ്പക്കാര്, നല്ല നല്ല യുവാക്കൾ യുവതികള്, മാത മിൻ ഗൈരി ഇല്ലത്തിൻ, നിന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് നിന്റെ അറിവോടുകൂടെ എത്രയോ യുവാക്കളും യുവതികളും ഒരു രോഗവുമില്ലാത്ത ആരോഗ്യ ദൃഢഗാത്രരായ ആളുകൾ മരിച്ചുപോയത് നീ കണ്ടിട്ടില്ലേ? അതേ അവസരത്തിൽ വകം മിൻ സഖീമിൻ, എത്രയോ രോഗികളെ നീ നിന്റെ മുമ്പിൽ കാണാറില്ലേ? ആശ ഹീനം മിനദ് ദഹ്രി, എത്രയോ കാലമായിട്ട് ഓർമ്മയില്ല, കിടന്ന് കിടപ്പിൽ തന്നെയാണ് മലമൂത്ര വിസർജനം, ബോധം പോയിട്ട് കാലം എത്രയോ ആയി, ശരീരം വളക്കാൻ പോലും കഴിയുന്നില്ല. ഇതാ ഇപ്പൊ മരിക്കുമെന്ന് ലോകം വിധി എഴുതിയിട്ടുള്ള എത്രയോ ആളുകളെന്ന് ഹോസ്പിറ്റലുകളിലൂടെ വീടുകളിലൂടെയൊക്കെ ദീർഘകാലമായി അവരിങ്ങനെ ജീവിച്ചിരിക്കുന്നതും നീ കാണുന്നില്ലേ? അതുകൊണ്ട് മരിക്കണമെങ്കിൽ രോഗം വേണമെന്ന ബോധം നിനക്ക് വേണ്ട. ആരോഗ്യമുള്ള സമയത്തും നിന്റെ റൂഹ് അല്ലാഹു പിടിച്ചേക്കും. അതുകൊണ്ട് ഒരുങ്ങിക്കോ മരണത്തിനെന്ന് പറയുന്നു. മാത്രമല്ല വകം മിൻ ഫതൻ യുംസി വയുസ്ബിഹു ലഹിയാ, എത്രയോ ചെറുപ്പക്കാരതാ വൈകുന്നേരവും പ്രഭാതത്തിലുമൊക്കെ അവരതാ സിനിമ കണ്ടുകൊണ്ടും വിനോദങ്ങൾ ആസ്വദിച്ചുകൊണ്ടും ജീവിതത്തിന്റെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ടും അള്ളാഹുവിന് വെറുപ്പുള്ള ജീവിതം ജീവിക്കുന്നു. പ്രഭാതത്തിലാണെങ്കിലും പ്രദോഷത്തിലാണെങ്കിലും ധിക്കാരികളായി തോന്നിവാസികളായി വിനോദങ്ങൾ ആസ്വദിച്ചുകൊണ്ട് തെമ്മാടി ായി ജീവിക്കുമ്പോ ആ യുവാക്കളും യുവതികളും അടങ്ങുന്ന സമൂഹം അവരെന്തേ ഓർക്കാതെ പോയത്? വഖദ് നൂസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രീ, അവൻ മരിച്ചു ചൂടാറി കഴിയുമ്പോ അവനെ കുളിപ്പിച്ച് കഫൻ ചെയ്യാനുള്ള കഫൻ പുടവയതാ അടുത്ത തുണി ഷോപ്പിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവനത് അറിയുന്നില്ലല്ലോ. തന്നെ പൊതിയാനുള്ള കഫൻ പുടവ പോലും
പോലും ദുനിയാവിൽ റെഡിയായിട്ടാണോ ഞാൻ അള്ളാഹ്ക്ക് എതിർപ്പുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതെന്തേ മനുഷ്യൻ ആലോചിക്കാത്തതെന്താ പറയുന്നത്? ഇനിയും പറയുകയാണ് ചിന്തിക്കാൻ വേണ്ടി. വകമ്മിൻ സാകിനിൻ ഇൻദസ്സബാഹി ബിഖസ്രിഹി വഇൻദൽ മസാഖദ് കാന മിൻ സാകിനിൽ ഖബ്രി. ചിന്തിച്ചോളൂ പ്രിയപ്പെട്ടവരെ, പ്രഭാതത്തിൽ എത്രയോ ആളുകളതാ തന്റെ സുഖസമ്പൂർണമായ വീടിന്റെ മട്ടുപ്പാവിൽ, തന്റെ വീടിന്റെ എല്ലാ സൗകര്യങ്ങളുടെയും അകത്ത് അവനിങ്ങനെ താമസിക്കുമ്പോ അവൻ ആലോചിച്ചു നോക്കണ്ടേ, വഴിന്തൽ മസാ, അതേ മനുഷ്യനതാ വൈകുന്നേരമായപ്പോഴേക്ക് അവനായിപ്പോയല്ലോ മിൻസാക്കിനിൽ ഖബരി, ഖബറിലെ നിവാസിയായി പോയില്ലേ. ഇത് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിയാളം എപ്പോഴാണ് വരിക എന്നറിയില്ല, ഏത് ഘട്ടത്തിലാണ് വിളി എന്നറിയില്ല. അതുകൊണ്ട് തന്നെ പ്രായം മാനദണ്ഡമാക്കണ്ട, ആരോഗ്യം മാനദണ്ഡമാക്കണ്ട, രോഗം മാനദണ്ഡമാക്കണ്ട. അള്ളാഹുവിന്റെ വിളിയാളം എപ്പോ ഉണ്ടായാലും അതെപ്പോഴാണോ ആ സമയത്ത് അത് സ്വീകരിക്കേണ്ടവരാണ്. ഈ ലോകത്ത് എത്ര നല്ല മനുഷ്യവരാണെങ്കിലും ഈ ലോകത്ത് നിത്യമായി താമസിക്കാൻ മരണമില്ലാത്ത ഒരു ജീവിതം ഒരാൾക്കുമില്ലല്ലോ. അല്ലാഹയല്ലാതെ എല്ലാം മരിക്കാനുള്ളവരാണ്. വലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ഈ ലോകത്ത് ഏതെങ്കിലും മഹാന്മാര് ഒരിക്കലും മരിക്കില്ല, ശാശ്വതത്വം ആർക്കെങ്കിലും നൽകപ്പെടുകയായിരുന്നുവെങ്കിൽ അതിനേറ്റവും യോഗ്യനായത് നമ്മുടെ പ്രിയപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. പക്ഷേ ആ പ്രവാചകനും നമ്മോട് വിട പറഞ്ഞിട്ടുണ്ടല്ലോ. ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. ഓ നബിയേ, നിങ്ങളും മരിക്കേണ്ടവനാണ്, അവരും മരിക്കുന്നവരെ തന്നെ, എല്ലാവരും മരിക്കേണ്ടവരാണ്. പക്ഷേ എവിടെ വെച്ച് മരിക്കുമെന്നൊരാൾക്കും അറിയില്ലല്ലോ. അതല്ല പറഞ്ഞതുമാണല്ലോ, വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂതു. ഏത് പ്രദേശത്ത് വെച്ചാണ് മരിക്കുന്നത് എന്നൊരാൾക്കും അറിയില്ലല്ലോ. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അള്ളാഹുവിന് അറിവുണ്ട് എവിടെ വെച്ച് മരിക്കണമെന്ന്, എവിടെ വെച്ച് റൂഹ് പിടിക്കണമെന്ന് റബ്ബിന് തീരുമാനമുണ്ട്. ആ തീരുമാനമുള്ള മണ്ണിലേക്ക് ഞാൻ എത്ര ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഒരിക്കലും ഞാൻ എത്തിപ്പെടാൻ ചാൻസ് ഇല്ലാത്തത്ര ലോകത്താണ് ഞാൻ ജീവിക്കുന്നതെങ്കിലും അല്ലാഹു എവിടെ വെച്ചാണോ മരണം കണക്കാക്കിയിട്ടുള്ളതെങ്കിൽ അവിടേക്ക് എന്നെയും നിങ്ങളെയും എത്തിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇദാ അറാദല്ലാഹു ഖബ്ല അബ്ദിൻ ബിഅർളിൻ ജഅല ലഹു ഫീഹാ ഹജാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയെ ഏതെങ്കിലും മണ്ണിൽ വെച്ച് പിടിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ പ്രദേശത്തേക്ക് പോകാൻ ഒരു അത്യാവശ്യം അവന്റെ മനസ്സിൽ അല്ലാഹ് അങ്ങുണ്ടാക്കി കൊടുക്കുന്നു. എവിടെ വെച്ച് ഞാനും നിങ്ങളും മരിക്കണമെന്ന് റബ്ബിന് തീരുമാനമുണ്ട്. അതെവിടെയായിരിക്കണം? ഇന്ത്യയിലാണോ? അതല്ല മറ്റു രാജ്യങ്ങളിൽ വെച്ചാണോ? അതോ നടുറോട്ടിൽ മറ്റേതെങ്കിലും വാഹനത്തിൽ? ആ രൂപത്തിലാണോ? ഏത് രൂപത്തിലാണ് മരിക്കേണ്ടതെന്ന് നമുക്കറിയില്ലെങ്കിലും അല്ലാഹുവിന് തീരുമാനമുണ്ട്. ആ തീരുമാനത്തിന്റെ സമയം അങ്ങ് എത്തിക്കഴിയുമ്പോ അല്ലാഹു അതാ ജഅല ലഹു മിൻഹാ ഹാജാ, അവിടെ അതാ അല്ലാഹു അങ്ങോട്ട് ഒരാവശ്യം അങ്ങ് നിശ്ചയിച്ചു തരികയാണ്. നമ്മൾ പറയും അയാൾ മരിക്കാൻ വേണ്ടി വന്നതാ. നാട്ടിൽ നിന്ന് എത്രയോ ആളുകൾ അവര് ഗൾഫ് കാണണമെന്ന് മോഹിച്ചുകൊണ്ട്, ഗൾഫ് രാജ്യത്ത് വന്ന് ജോലി ചെയ്ത് സമ്പാദിക്കണമെന്ന് മോഹിച്ചുകൊണ്ട്, ഒരു കൊച്ചു ഭവനമുണ്ടാക്കണമെന്ന് മോഹിച്ചുകൊണ്ട്, പെൺമക്കളെയൊക്കെ കല്യാണം കഴിപ്പിച്ച് വിടണമെന്ന് മോഹിച്ചുകൊണ്ട്, കുടുംബത്തെ പ്രാരാബ്ധത്തിൽ നിന്ന് കരകയറ്റണമെന്ന് മോഹിച്ചുകൊണ്ട് ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയിട്ട് ഇവിടെ വന്ന് എത്രയോ പ്രവാസികളതാ വന്നതിന്റെ പിറ്റേന്ന് റോഡ് ക്രോസ് ചെയ്യുമ്പോ മരണപ്പെട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ബാത്റൂമിൽ പ്രവേശിച്ചപ്പോ തലയടിച്ചുകൊണ്ട് ബോധം നഷ്ടപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോയി
പോയിട്ടില്ലേ? അതുപോലെ തന്നെ കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയിട്ടില്ലേ? എയർപോർട്ടിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചിട്ടില്ലേ? ഫ്ലൈറ്റിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ അങ്ങോട്ട് കുടുംബത്തവര് നോക്കി കാണാൻ വേണ്ടി ഇവിടെ നിന്ന് സന്തോഷത്തോടുകൂടെ ലഗേജുകളുമായിട്ട് അവിടെ എത്തിയിട്ട് എയർപോർട്ടിൽ തന്റെ കുടുംബത്തെയും കൊണ്ട് പോകുമ്പോ വീട്ടിലേക്ക് എത്താനാവാതെ ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയിട്ടില്ലേ? എവിടെ വെച്ച് മരിക്കണം എന്ന തീരുമാനം റബ്ബിനുണ്ട്. അവിടെ വെച്ചത് നടന്നേ തീരൂ. അതിനേക്ക് അള്ളാഹു അങ്ങ് കാരണമുണ്ടാക്കുകയാണ്. എന്റെ മരണം നിശ്ചയിക്കപ്പെട്ട ഡേറ്റിന് ആ സ്ഥലത്തേക്ക് പോകാൻ ഞാൻ ടിക്കറ്റ് എടുത്തു പോകും, അതിനുള്ള സംവിധാനം ഞാൻ ചെയ്യും, ഞാൻ അതിനു വേണ്ടി എല്ലാ